പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭാവിയും വിദേശ നയങ്ങളെയും കടന്നാക്രമിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോകത്തെ പിടിച്ചുകുലുക്കിയ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നാൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. പശ്ചിമ ബംഗാളിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൈവശം നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളുണ്ടെന്നും ആ വിവരങ്ങൾ പുറത്തുവിടുമെന്ന ഭയത്തിലാണ് മോദി പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു. മോദിയുടെ മുഴുവൻ ചരിത്രവും എപ്സ്റ്റീൻ ഫയലുകളിൽ ഉണ്ടെന്ന് ട്രംപിന് അറിയാമെന്നതുകൊണ്ടാണ് അദ്ദേഹം മോദിയെ നിയന്ത്രിക്കുന്നതെന്ന് രാഹുൽ പറഞ്ഞു. അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് നീങ്ങുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഉയർത്തിയത്. ട്രംപ് എന്താഗ്രഹിക്കുന്നുവോ അത് നടപ്പിലാക്കുന്ന ഒരാളായി മോദി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്വയംഭരണാധികാരം പണയപ്പെടുത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു. പരിഹാസരൂപേണയായിരുന്നു രാഹുലിന്റെ തുടർന്നുള്ള വാക്കുകൾ. ട്രംപ് ചാടാൻ പറഞ്ഞാൽ മോദി ചാടും. ഇസ്രായേലിലേക്ക് പോകാൻ പറഞ്ഞാൽ വെറും 2 മിനിറ്റിനുള്ളിൽ മോദി അവിടെ എത്തും. പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളെയും അന്താരാഷ്ട്ര നയങ്ങളെയും ട്രംപാണ് നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. രാജ്യസ്നേഹത്തെക്കുറിച്ച് വാചാലനാകുന്ന മോദിയുടെ പ്രധാന പണി രാജ്യത്തെ വിൽക്കുക എന്താണെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ പൊതുസമ്പത്ത് മുഴുവൻ തന്റെ സുഹൃത്തായ അദാനിക്ക് മോദി തീരെഴുതി നൽകിയിരിക്കുകയാണെന്നും ഇതിലൂടെ സാധാരണക്കാരുടെ ഭാവി ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ നിർണായക മേഖലകൾ അദാനി ഗ്രൂപ്പിന് കീഴിലായി കഴിഞ്ഞു. സോളാർ പവർ, വിൻഡ് പവർ തുടങ്ങിയ ഊർജ്ജ മേഖലകളിലും സിമന്റ് വ്യവസായത്തിലും അദാനിക്ക് മോദി ആധിപത്യം ഉറപ്പിച്ചു നൽകിയെന്ന് രാഹുൽ ആരോപിച്ചു. അദാനി ഗ്രൂപ്പിനെ ഇപ്പോൾ അദാനി എന്നല്ല വിളിക്കേണ്ടതെന്നും പകരം മോദാനി എന്നാണ് വിളിക്കേണ്ടതെന്നും രാഹുൽ പരിഹസിച്ചു. മോദിയും അദാനിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ സൂചിപ്പിക്കാനാണ് ഈ പദം ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് BJPയും RSSും ശ്രമിക്കുന്നത്. വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നതല്ലാതെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവർക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം ബംഗാളിലെ ജനക്കൂട്ടത്തോട് പറഞ്ഞു. പ്രധാനമന്ത്രിക്കെതിരെ മാത്രമല്ല ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മോദി ഡൽഹിയിൽ ചെയ്യുന്നത് തന്നെയാണ് മമത ബംഗാളിൽ ചെയ്യുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. മോദിയും മമതയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗാളിലെ വ്യവസായ മേഖല തകർച്ചയിലാണെന്നും തൊഴിലില്ലായ്മ കുതിച്ചുയരുകയാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾക്ക് വേണ്ടിയാണ് മമത ഭരണം നടത്തുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവിടെ കേൾക്കാൻ ആരുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശാരദാ ചിട്ടി ഫണ്ട് കേസ് പരാമർശിച്ചുകൊണ്ട് തൃണമൂൽ സർക്കാരിന്റെ അഴിമതി അദ്ദേഹം കടന്നാക്രമിച്ചു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ബംഗാളിൽ നടന്നത്. പാവപ്പെട്ടവരുടെ സമ്പാദ്യം തൃണമൂൽ നേതാക്കൾ കവർന്നെടുത്തുവെന്നും രാഹുൽ ആരോപിച്ചു. ബംഗാളിലെ തെരുവുകളിൽ ഇപ്പോൾ നടക്കുന്നത് ഗുണ്ടാ പിരിവാണെന്ന് രാഹുൽ പറഞ്ഞു. ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങൾക്ക് സർക്കാർ സംരക്ഷണം നൽകുകയാണ്. ഇതേ രീതിയിലുള്ള ഭരണമാണ് കേന്ദ്രത്തിൽ മോദിയും കാഴ്ചവെക്കുന്നതെന്ന് അദ്ദേഹം താരതമ്യം ചെയ്തു. പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവം വെറും ചീട്ടുകൊട്ടാരം പോലെയാണെന്നും സത്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് തകരുമെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി. എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ചുള്ള രാഹുലിന്റെ പരാമർശം ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. അമേരിക്കൻ ശതകോടീശ്വരനായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ ലോകത്തെ പ്രമുഖരായ പലരുടെയും പേരുകൾ ഉണ്ടെന്നത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ വിഷയമാണ്. ആ ഫയലുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരുണ്ടെന്ന രാഹുലിന്റെ ആരോപണം BJP പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി രാഹുൽ നടത്തുന്ന ഇത്തരം കടന്നാക്രമണത്തിൽ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂട് പിടിക്കും. വിദേശ നയത്തെയും ആഭ്യന്തര അഴിമതിയും കോർത്തിണക്കിയാണ് അദ്ദേഹം മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ മോദി സർക്കാർ തകർക്കുകയാണെന്നും രാഹുൽ ആവർത്തിച്ചു. ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ രാജ്യം കോർപ്പറേറ്റുകളുടെ കൈപ്പിടിയിലാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മധ്യവർഗത്തെയും പാവപ്പെട്ടവരെയും ദ്രോഹിക്കുന്ന സാമ്പത്തിക നയങ്ങളാണ് മോദി നടപ്പിലാക്കുന്നത്. GSTയും നോട്ട് നിരോധനവും ചെറുകിട വ്യാപാരികളെ തകർത്തു. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലുകൾ ചൂണ്ടിക്കാട്ടി മോദിയുടെ ധാർമ്മികതയാണ് രാഹുൽ ചോദ്യം ചെയ്യുന്നത്. പ്രസംഗത്തിലുടനീളം മോദി അദാനി ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ രാഹുൽ ആവർത്തിച്ചു. സാധാരണക്കാരുടെ പണം എങ്ങനെയാണ് ഏതാനും ചില കോർപ്പറേറ്റുകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. റാലിയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് പ്രവർത്തകരോട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടെ വോട്ട് ചെയ്യാൻ രാഹുൽ ആഹ്വാനം ചെയ്തു. രാജ്യത്തിന്റെ ഐക്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ആജ്ഞാനുവർത്തിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി മാറുന്നത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ BJP ഇതിന് എപ്രകാരം മറുപടി നൽകുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.